എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ അക്വേറിയം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അധികം ഇട്ടിട്ടുള്ളത്. കാരണം ആദ്യമായിട്ട് അക്വേറിയം ക്ലീൻ ചെയ്യുന്നതും മുതൽ അതിൽ വെള്ളം നിറക്കുന്നതും മീനിനെ വാങ്ങുന്നതും അവർക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ അക്വേറിയം ക്ലീൻ ചെയ്യുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടർ വാങ്ങുന്നതും അങ്ങനത്തെ സാധനങ്ങളാണ് അധികം ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പം എൻ്റെ എല്ലാ മീനുകളും ചത്തിട്ടുണ്ടായി. എൻ്റെ 4 ഓസ്കാറും ചത്തുപോയി. പക്ഷേ ഗപ്പികൾക്കോ മറ്റ് മീനുകൾക്കോ ഒന്നും കുഴപ്പമുണ്ടായില്ല. ഓസ്കാർ ചത്തുപോയി. എന്താ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഞാൻ കുറച്ച് നേരത്തെ പോയായിരുന്നെങ്കിലും ഇക്ക അവിടെ ഉണ്ടായിരുന്നു. ഇക്ക 2 ദിവസമായിട്ടുണ്ടായുള്ളൂ പോയിട്ട്. തിരിച്ചു വന്നപ്പോൾ മീനുകളൊക്കെ ചത്തു പൊങ്ങി കിടക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ഈ വെള്ളം കാണുമ്പോൾ അറിയാം അത്രത്തോളം നശിഞ്ഞ് നാറി ഭയങ്കര നാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് എനിക്കത് വീഡിയോ എടുക്കാനോ അതിനെ എന്താ പറയുക പോസ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ഉണ്ടായില്ല. കാരണം അത് കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്കറിയാലോ നമ്മൾ നോക്കുന്ന ഒരു സാധനം പെട്ടെന്ന് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥ അത് ഭയങ്കര വലുതാണ്. അത് ഇനി ഫിഷ് തന്നെ ആവണമെന്നില്ല, അതെന്ത് സാധനം ഒരു ചെടിയാണെങ്കിൽ പോലും അത് നശിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ചത്തതോ അതിനതാക്കണതോ ഒന്നും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഇന്നിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പം ഞാനല്ല ഇക്കയാണ് ക്ലീൻ ചെയ്യണത്. എന്താ സംഭവിച്ചതെന്നറിയില്ല. 2 ദിവസം ഫുഡ് കിട്ടാഞ്ഞിട്ടാണോ ഫിഷ് ചത്തത്, ഓസ്കാർ ചത്തത്. അവർക്കുള്ള ഫുഡുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്നറിയില്ല. ഒരാഴ്ചയൊക്കെ നമ്മൾ ഒരാഴ്ചയല്ല 2 ആഴ്ചയൊക്കെ വെള്ളം മാറ്റാഞ്ഞാൽ പോലും നമ്മളെ വെള്ളം ഇങ്ങനെ ആവാറില്ല. ഇതൊരു 4 ദിവസം 4 സൺഡേ ആണ് വെള്ളം മാറ്റി പുതിയ നിറച്ചത്. എന്ന് വെച്ചാൽ മൺഡേ തൊട്ട് ഫ്രൈഡേ ആയപ്പോഴത്തേന് വെള്ളമൊക്കെ നാറി ഇതുപോലെ ആയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞൂട. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ അടി.